യെസ്, ഇന്ന് ഞാൻ പറയുന്നത് മറ്റൊരു ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വർക്ക് ഷീറ്റ്സ് ആൻഡ് ക്വിസസ്. വർക്ക് ഷീറ്റുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, ക്വിസായിട്ടും പ്രൊവൈഡ് ചെയ്യാം. ഇന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ചാണ് കാണിക്കുന്നത്. ഇത് 9ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി ടെക്സ്റ്റിലെ 2ാമത്തെ ചാപ്റ്ററിലുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു പോർഷനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ തരത്തിലുള്ള വർക്ക് ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്യാമെന്നും ക്വിസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ക്വിസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ കൊടുക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം വർക്ക് ഷീറ്റിലേക്ക് കടക്കാം. ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി ആയിട്ടോ ഏത് കൺക്ലൂഡിങ്ങോ അല്ലെങ്കിൽ ഫോളോ അപ്പ് സാധാരണ നമ്മൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാറില്ല. കൺക്ലൂഡിങ് ഓർ ഡെവലപ്മെൻറ്റൽ, ഇൻട്രൊഡക്ടറിയിലും ക്വിസസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ ഡെവലപ്മെൻറ്റൽ അല്ലെങ്കിൽ കൺക്ലൂഡിങ് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വർക്ക് ഷീറ്റിൻ്റെ ടൈപ്പും അതേപോലെ തന്നെ ക്വിസുമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് വർക്ക് ഷീറ്റിൻ്റെ ഒരു ഫ്രണ്ട് പേജാണ്. നിങ്ങൾക്ക് വർക്ക് ഷീറ്റായിട്ടും വർക്ക് ബുക്കായിട്ടും കൊടുക്കാം. വർക്ക് ഷീറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും മുകളിലെ ഭാഗത്ത് ഇത് കാണിക്കാം. വർക്ക് ബുക്കായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് പേജിൽ ഇത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇനി പേജ് വൈസ്, ബുക്കാണെങ്കിൽ പേജ് വൈസ്, ഷീറ്റാണെങ്കിൽ നമ്പർ വൈസ്, അങ്ങനെ ഞാൻ ഓരോ ടൈപ്പ് വർക്ക് ഷീറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണിക്കാം. ഇത് ഫസ്റ്റ് ടൈപ്പ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പാണ്. ദെൻ ദ മാച്ച് ദ ഫോളോയിങ് കൊടുക്കാം നമുക്ക്. ദെൻ കോസ് ആൻഡ് എഫക്റ്റ് കൊടുക്കാം. കൊടുക്കുമ്പോൾ എല്ലാത്തിനും നമ്മളൊരു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. ഇപ്പോൾ തിങ്ക് ആൻഡ് ആൻസർ, മൈൻഡ് മാപ്പ് ആക്ടിവിറ്റി, ഇത് സെൻറ്റൻസ് വൈസ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ദെൻ ട്രൂ ഓർ ഫോൾസ് കൊടുക്കാം. അതേപോലെ തന്നെ ആൻസർ ഇൻ 1 സെൻറ്റൻസ്. ഈ ഒരു ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പറ്റുന്ന വർക്ക് ഷീറ്റിലേക്ക് ഇപ്പോൾ എല്ലാം കൊടുക്കണം എന്നല്ല, ഇതിലേതെങ്കിലും 1-2 ഒക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കുക. അത് ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഒരു വർക്ക് ഷീറ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്ന് ക്വിസാണ്. ഇതിപ്പോൾ ഒരു ഒറ്റ ക്വിസാണ് ഞാൻ കാണിക്കുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഇത് ഒരൊറ്റ ഷീറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് ആൻസർ ചെയ്യാൻ പറയുകയാണ് വേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആയിട്ടോ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആൻസേഴ്സ് കുട്ടികളുടെ അടുത്തു നിന്ന്, ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആണെങ്കിൽ ഓരോ കുട്ടികളുടെ അടുത്തുനിന്നും, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെങ്കിൽ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്തുനിന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വിസ് കോമ്പറ്റീഷൻ പോലെയൊക്കെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിയിലോ കൺക്ലൂഡിങ് ആക്ടിവിറ്റിയിലോ കൊടുക്കാവുന്നതാണ്. പറഞ്ഞ പോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടോ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആയിട്ടോ നമുക്കിത് കൊടുക്കാവുന്നതാണ്. ഒരു പേപ്പർ കൊടുത്ത് അല്ലെങ്കിൽ പേപ്പറിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും ഒരു ചാർട്ട് പ്രദർശിപ്പിച്ച് അതിൽ സ്റ്റിക്ക് ചെയ്യാനോ അതിൽ ടിക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടി ഇൻവോൾവ്മെൻറ്റ് കൂടുതലുള്ള ആക്ടിവിറ്റി ആകുമ്പം കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എൻ്റെ പ്രസൻറ്റേഷനെ കുറിച്ചോ ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ചോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ബൈ.